ഇന്ന് പ്രസ് സ്റ്റോപ്പുമായി സുജിത്ത് തന്നെയാണുള്ളത്. ഗുഡ് മോർണിംഗ് സുജിത്ത്. ഇന്ന് പത്രവാർത്തകൾ എങ്ങനെയാണ്? ഞാനിന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ ചില പത്രങ്ങളിലൊക്കെ 3-4 പേജ് മറിച്ച് കഴിഞ്ഞിട്ടാണ് ഒന്നാം പേജിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതെ, മിനിമം 3 പേജ് മറിച്ചാലേ ഒന്നാം പേജിലേക്ക് എത്താൻ പറ്റുമെന്നൊരു കാര്യമുണ്ട്. തുടർച്ചയായിട്ടുള്ള 3-ാം ദിവസവും ഇന്ന് ജാക്കറ്റാടാണ്. ഇന്ന് പെരുമ്പളം പാലത്തിൻ്റെ ജാക്കറ്റാടാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഈ വാർത്തകളെക്കാളിൽ കൂടുതൽ വാർത്തകളാവുകയും ആ പരസ്യങ്ങളിലൂടെ കൂടുതൽ വാർത്തകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ദിവസങ്ങളാണിത്. ഏതായാലും മാതൃഭൂമിയാണെങ്കിലും മനോരമയാണെങ്കിലും എല്ലാ പത്രവും, ഇംഗ്ലീഷ് മലയാളം എല്ലാ പത്രങ്ങളിലും ഇന്ന് ഒരു ദ്വീപിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം. പെരുമ്പളം ദ്വീപിലേക്ക് കേരളത്തിൻ്റെ ഏറ്റവും വലിയ കായൽ റോഡ് പാലം വരുന്നു. വേമ്പനാടിന് കുറുകെ പെരുമ്പളം പാലം, ഭയമില്ലാതെ തീരദേശം എന്ന് തുടങ്ങിയ ആ വലിയ ആട്. അത് കഴിഞ്ഞാലൊരു തമാശയുണ്ട്. തൊട്ടപ്പുറത്തെ പേജിൽ, തമാശയല്ല, അടുത്ത പരസ്യം, വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. PM ഗരീബ് കല്യാൺ യോജന, PM ആവാസ് യോജന, PM സ്വനിധി പദ്ധതി, ജൻധൻ അക്കൗണ്ടുകൾ കൊടുക്കുന്ന കാര്യം, ഇതെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് വികസിത ഇന്ത്യക്കായി വികസിത കേരളം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ വക വലിയൊരു ജാക്കറ്റാടാണ്. മനോരമയ്ക്കൊക്കെ ആണെങ്കിൽ അതിനും ശേഷം സ്വന്തമായിട്ടുള്ള ഒരു ബിസ്മി സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ജാക്കറ്റാടുണ്ട്. ഇങ്ങനെ 3 ജാക്കറ്റാടുകളും കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാം പേജ്, രണ്ടാമത്തെ ഒന്നാം പേജ്, ആ മട്ടിലൊക്കെയാണ് ഇന്ന് പത്രങ്ങൾ പോകുന്നത്. ഏതായാലും മാതൃഭൂമി എടുത്താൽ സമരം കണ്ണു തുറപ്പിക്കുമെന്നുള്ള നഴ്സുമാരുടെ സമരം ഫലവത്തായത്, അതിന് ഫലം കണ്ടതാണ് അവർ ഒന്നാമത്തെ വാർത്ത കൊടുത്തിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ വേതനം കൂട്ടും. മിനിമം വേതനം 25,450, 28,000. വിജ്ഞാപനം ഇന്ന് തന്നെയെന്ന് മന്ത്രി പറയുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വന്ന സമരത്തിനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ വേതനം കൂട്ടാൻ ഒടുവിൽ വിജ്ഞാപനം വരുന്നു എന്ന വാർത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് നഴ്സുമാരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള വാർത്ത. രണ്ടാമത്തെ വാർത്ത നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇറാൻ കപ്പലിന് കൊച്ചിയിൽ അഭയം. ഇതേപോലെ ശ്രീലങ്കൻ തീരത്ത് പോയ ഒരു കപ്പലായിരുന്നു അമേരിക്ക ടോർപിഡോ എന്ന ജലമിസൈൽ എയ്ത് മുക്കിയത് എന്ന് നമുക്കറിയാം. ഇറാൻ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചത് ദേന എന്ന കപ്പൽ അമേരിക്ക മുക്കിയതിന് പിന്നാലെയാണ്. ആ കപ്പലിൻ്റെ പേര് ദേന എന്നായിരുന്നു. ഇതും ഒരു പക്ഷേ വിശാഖപട്ടണം തീരത്ത് ഇന്ത്യൻ തീരത്ത് നടത്താനിരുന്ന സൈനികാഭ്യാസത്തിൻ്റെ ഭാഗമായി എത്തിയ കപ്പൽ തന്നെയാണെന്നാണ് ഈ നിമിഷം മനസ്സിലാക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഇന്ത്യൻ തീരത്ത്, കേരള തീരത്തെത്തിയ വാർത്ത. ഒപ്പം തൊട്ടു മുമ്പ് ഇപ്പോൾ ഹർഷൻ വായിച്ചതുപോലെ, ശശി തരൂർ പറഞ്ഞതുപോലെ, ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഒരാഴ്ച പിന്നിടുമ്പോൾ എങ്ങനെയാണ് അത് ഉപഭൂഖണ്ഡത്തെയും ഇങ്ങ് കേരളത്തെയും ഒക്കെ പോലും ബാധിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. ഒപ്പം എണ്ണ വില കൂടുന്നു അടക്കമുള്ള മറ്റ് കാര്യങ്ങളും ഉണ്ട്. മാതൃഭൂമിയുടെ 5-ാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് ബി അശോകിൻ്റെ സ്ഥലമാറ്റം റദ്ദാക്കിയതാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത. കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥർ മതി എന്ന ബി അശോക് തന്നെ കേസിന് പോയി സമ്പാദിച്ച വിധി. അശോകിനെതിരെ നടപടി കോടതി അലക്ഷ്യമാണെന്ന് പറയുന്നു. കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ വിധി വന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. ബി അശോകിൻ്റെ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് ആ സമയത്ത് വലിയ വാർത്തയായിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ 5-ാമത്തെ പേജിലേക്ക് പോയാൽ വേറൊരു കൗതുകമുണ്ട്. വിമതരെ തള്ളുന്ന വിമതരെക്കുറിച്ചാണ് ആ വാർത്ത. അതായത് വിമത കൂട്ടായ്മയെ തള്ളി ഒറ്റപ്പാലത്തെ സ്വതന്ത്ര മുന്നണി. അതായത് PK ശശിയുടെ നേതൃത്വത്തിൽ ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മയിലേക്ക് ഒറ്റപ്പാലത്തെ വിമതരായ സ്വതന്ത്ര മുന്നണി ഇല്ല, തങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന PK ശശിയുടെ വാദത്തെ പൂർണ്ണമായി തള്ളിയാണ് കൂട്ടായ്മയിൽ ചേരില്ലെന്ന് സ്വതന്ത്ര മുന്നണി പ്രഖ്യാപിച്ചത്. നേരത്തെ വിമതരായവർ ഇപ്പോൾ വിമതരായവരെ തള്ളിക്കളയുന്നു. 2006-ലാണ് CPM ഇട്ട് ഈ ഒരു സംഘം സ്വതന്ത്ര മുന്നണി രൂപീകരിച്ചത്. അന്ന് ഈ PK ശശിക്കൊക്കെ എതിരെ നിന്ന ആളുകളായിരുന്നു ഇവർ. ഇപ്പോൾ ഞങ്ങളാണ്, അതായത് ഇവർ കൂടി ഉൾപ്പെടുന്ന ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് PK ശശി പറയുമ്പോൾ കഷ്ടം തോന്നുന്നു എന്ന് SR പ്രകാശ്, ആ വിമത മുന്നണിയുടെ നേതാവ്, പറഞ്ഞ വാർത്തയും ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്. മനോരമയിലേക്ക് വന്നാൽ മനോരമ ആണ് നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3 പേജുകൾ മറിച്ച് കഴിഞ്ഞാലേ നമുക്കൊരു പ്രധാന വാർത്തയിലേക്ക് ചെല്ലാൻ പറ്റൂ. ഇനി തോന്നിയ പടി പറ്റില്ല എന്നാണ് ഇതേ വാർത്തയ്ക്ക് ബി അശോക് സമ്പാദിച്ച വിധിക്ക് മനോരമ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ. IAS നിയമനം സർക്കാരിനെതിരെ CAT, നിയമനവും സ്ഥലമാറ്റവും സിവിൽ സർവീസ് ബോർഡുമായി ആലോചിക്കണം. വാർത്തയൊക്കെ അങ്ങനെ തന്നെ തോന്നിയ പടി പറ്റില്ല എന്നുള്ള ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നു. ഇന്നലെ
രാഹുൽ ഗാന്ധി വലതുമാറി ചുവട് വയ്ക്കാൻ ഇടുക്കി കുട്ടിക്കാനം മരിയൻ കോളേജിലെ വിദ്യാർത്ഥികളുമായി സംബന്ധിക്കുന്നതിനിടെ കളരി ചുവടുകൾ വയ്ക്കുന്ന വാർത്താചിത്രം മുമ്പിലുണ്ട്, മനോരമയുടെ മുൻ പേജിലുണ്ട്. ഒപ്പം പെരുമ്പളത്തിൻ്റെ വാർത്തയാണ് ഇന്നത്തെ പ്രധാന വാർത്ത. ഈ ജാക്കറ്റ് ആഡിൽ കാണുന്നത് അതുതന്നെയാണ്. രണ്ടാമത്തെ ജാക്കറ്റ് ആഡിൽ ഉൾപേജിലേക്ക് വന്നാൽ പെരുമ്പളം ഇന്ന് കരതൊടും, പാലം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന വാർത്ത. ഒപ്പം മഴവിൽ പ്രഭയിൽ രാത്രി ദൃശ്യം, പാലത്തിൻ്റെ മഴവിൽ പ്രഭയിൽ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന പെരുമ്പളം മഴവിൽ പാലത്തിൻ്റെ മനോഹരമായ ദൃശ്യമുണ്ട്. പാലത്തിനൊപ്പം മനോരമ സംഘടിപ്പിക്കുന്ന പെരുമ്പളം റീൽസിനെ കുറിച്ച്. അങ്ങനെ ഒരു വലിയ വികസന പദ്ധതി മാധ്യമങ്ങളുടെയും നാടിൻ്റെയും ഒക്കെ ആകെ തന്നെ ഉത്സവമായി മാറുന്നു. ഇന്ന് 11 മണിക്കാണ് ഈ ഉദ്ഘാടനം നടക്കുക. അതിനൊരു സൈഡ് മനോരമ പതിവ് പോലെ കണ്ടെത്തുന്ന അവരുടെ ഒരു സ്പെഷ്യൽ വാർത്തയുണ്ട്. അശോകന് ഇനി വിശ്രമമാകാം. രാത്രി അക്കരെ എത്താനായി വള്ളം കാത്തു നിൽക്കുന്ന ആളുകളെ തേടി ഇനി അശോകന് പോകണ്ട. അവിടെ താഴെയുള്ള കടത്തുകാരനായിരുന്നു പെരുമ്പളം ദ്വീപിൽ ബോട്ട് പോയതിനു ശേഷം എത്തുന്നവരെ ദ്വീപിലേക്ക് എത്തിച്ചിരുന്ന അശോകൻ തൻ്റെ വള്ളവുമായി നിൽക്കുന്നു. നാടിൻ്റെ വികസനത്തിന് പാലം വരുന്നത് വലിയ സന്തോഷമെന്ന് അശോകൻ പറയുന്നു. ഇനി ആളുകൾക്ക് വേഗത്തിൽ അക്കരെ എത്താം, എനിക്ക് സമാധാനമായി ഉറങ്ങാമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ വലിയ വികസനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ റീപ്പിംഗ് മെഷീൻ, കൊയ്യുന്ന മെഷീൻ വന്നപ്പോൾ കുറച്ച് കൊയ്യുന്ന തൊഴിലാളികളുടെ പണി പോയി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ അങ്ങനെ പോയി എന്നൊക്കെ പറയുന്നത് പോലെ അനിവാര്യമായ വലിയ വികസനങ്ങളുടെ സമയത്ത് 1-2 പേർക്ക് അവരുടെ ജോലി ഒക്കെ നഷ്ടമാകുന്നുമുണ്ട്. പക്ഷേ അശോകന് സന്തോഷമാണ്, നാട് വികസിച്ചല്ലോ എന്നാണ് അശോകൻ പറയുന്നതെന്ന് ആ വാർത്തയിൽ പറയുന്നു. ഏഴാമത്തെ പേജിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഭീതി ഒഴിയാതെ പ്രവാസ ലോകം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഗൾഫാകാശത്ത് ഇറാനിൻ്റെ മിസൈൽ പെയ്ത്ത് നടക്കുകയാണ്. 100 കണക്കിന് ഡ്രോണുകളാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ചെറുത്തത് അല്ലെങ്കിൽ തടഞ്ഞത്. ബഹ്റൈൻ, ഖത്തർ നാവികസേനാംഗങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെയും ആക്രമണമുണ്ടായി. പ്രവാസ ലോകത്താകെ ഭീതിയാണ്. UAEയിലെയും ബഹ്റൈൻ്റെയും സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും ഒക്കെ അനുഭവ സാക്ഷ്യങ്ങൾ, അവിടെ നിന്നുള്ള മനുഷ്യരുടെ വിവരങ്ങളടക്കം പറയുന്നു. നമ്മൾ ടെലിവിഷൻ ചാനലിനെ സംബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം വന്നൊരു കൗതുക വാർത്തയും അതിൻ്റെ വലതുവശത്തുണ്ട്. വാർത്താ ചാനൽ റേറ്റിംഗ് നിർണ്ണയം 4 ആഴ്ച നിർത്തിവെക്കുന്നു. വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിർണ്ണയിക്കുന്നത് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വാർത്താവിതരണ മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നു. അതായത് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അനാവശ്യ ഭീതി പരത്തുന്ന സാഹചര്യത്തിൽ ആണ് അങ്ങനെ ഭീതി പരത്തുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഈ നടപടി വന്നിരിക്കുന്നത്. 12-ാം പേജിലേക്ക് പോവുകയില്ല. ഇന്നത്തെ സ്പോർട്സ് പേജിലേക്ക് കൂടി പോവുകയാണെങ്കിൽ നെഞ്ചിടിക്കുന്നു എന്ന ഒറ്റ വാക്കിലാണ് ഹെഡ്ലൈൻ. ലോകകപ്പ് ഫൈനലിലേക്ക് സമീപിക്കുന്ന ഇന്ത്യയെക്കുറിച്ചാണത്. ഇന്ത്യൻ ടീം അംഗം ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഈഡൻ ഗാർഡൻസും മുംബൈയിലെ വാങ്കഡയും ഇന്ത്യൻ ക്രിക്കറ്റിന് നെഞ്ചിലെ തുടിപ്പാണെങ്കിൽ അഹമ്മദാബാദിലെത്തുമ്പോൾ അതൊരു നെഞ്ചിടിപ്പാണ് എന്ന് പറഞ്ഞ് ആ ഉദ്വേഗം വലിയ വാർത്തയായി മനോരമ കൊടുക്കുന്നു. ദേശാഭിമാനി ഇന്ന് പെരുമ്പളത്തെ ആഘോഷിക്കുന്ന ദിവസമാണ്. എല്ലാ പത്രത്തെയും പോലെ മുമ്പിൽ ജാക്കറ്റാടുണ്ട്. ഒന്നാമത്തെ വാർത്ത പക്ഷേ റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ ഔദാര്യം ഇന്ത്യക്ക് കിട്ടിയ വാർത്ത തന്നെയാണ്. യാചിച്ച് മോദി സർക്കാർ എന്നാണ്. 30 ദിവസത്തേക്ക് എണ്ണ വാങ്ങിക്കോളൂ എന്ന് ദയാപൂർവ്വം അമേരിക്ക പറഞ്ഞതിനെപ്പറ്റി അത് ഇങ്ങനെ ഒരു അനുമതി നൽകുന്നത് US ട്രഷറി സെക്രട്ടറി പറഞ്ഞു. ഊർജ്ജ പരമാധികാരം അമേരിക്കയ്ക്ക് ഇന്ത്യ അടിയറ വച്ചിരിക്കുകയാണെന്ന് ദേശാഭിമാനി ആരോപിക്കുന്നു. മറ്റൊരു വാർത്ത പറക്കാം ബിസിനസ് ക്ലാസ്സിൽ എന്നാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു പുതിയ ബസ് പ്രഖ്യാപിച്ചല്ലോ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി. അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചാണ് 12-ാം പേജിലാണെന്ന് തോന്നുന്നു ആ വാർത്ത. അതായത് KSRTCയിൽ ഇനി ബിസിനസ് ക്ലാസ് വരുന്നു. പറക്കാം ബിസിനസ് ക്ലാസ്സിൽ എന്ന് പറയുന്നത് വിമാനത്തിലൊക്കെ ഉള്ളതുപോലെ KSRTC ബിസിനസ് ക്ലാസ് സർവീസ് 15-നകം ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇന്നലെ തന്നെ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇനി ഒരു പക്ഷേ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ ഉദ്ഘാടനം ചെയ്യാനാവില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് പാൻട്രി, ശുചിമുറി, വൈഫൈ, ചാർജർ സൗകര്യങ്ങളുള്ള ഓൾ ഓഫീസുകൾ. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ബസ് ഹോസ്റ്റസുമാരുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഫ്ലൈറ്റിലെ മാതൃകയിൽ ബസ് ഹോസ്റ്റസുമാർ യാത്രക്കാരുടെ സേവനത്തിനായി ഉണ്ടാകും. മംഗളത്തിലാകട്ടെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ ലെബനനിൽ കൂട്ടപ്പലായനം എന്ന് പറയുന്ന അഗ്നി പെയ്യുന്ന തീ പിടിക്കുന്ന ഒരു വലിയ ചിത്രം കൂടിയുണ്ട്. ഉൾപേജിൽ എണ്ണ തീരുന്നു, ഇനി 25 ദിവസത്തേക്കുള്ള ശേഖരം മാത്രമേ ഉള്ളൂ. ഇന്ത്യ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് മംഗളം മുന്നറിയിപ്പ് നൽകുന്നു. ജന്മഭൂമിയുടെ 1-ാമത്തെ പേജിലേക്ക് ചെന്നാൽ ഈ വാർത്ത തന്നെയാണ്. സെൻട്രൽ ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി എന്നുള്ള ആംഗിളിൽ അവർ വാർത്ത കൊടുത്തിരിക്കുന്നു. IAS തസ്തികകൾ മറ്റുള്ളവരെ നിയമിക്കരുത്
കൺഫേർഡ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കരുത് എന്ന് ട്രിബ്യൂണൽ പറഞ്ഞ വാർത്ത. കേരള കൗമുദിയുടെയും ജാക്കറ്റാടൊക്കെ വകഞ്ഞുള്ളിലേക്ക് ചെന്നാൽ IAS-കാരെ തട്ടിക്കളിക്കാനാവില്ല എന്നാണ് അവർ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. സർക്കാരിന് കനത്ത പ്രഹരം, കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു, നിയമയുദ്ധം നയിച്ചത് V അശോകാണെന്നും കേരള കൗമുദി ഓർമ്മിക്കുന്നു. മാധ്യമം മുതൽ ഒട്ടുമിക്ക പത്രങ്ങളുടെയും പ്രധാന വാർത്ത റഷ്യൻ എണ്ണ വാങ്ങാൻ US അനുമതി നൽകിയതാണ്. ഒരു എക്സ്ക്ലമേഷൻ മാർക്കോടെയാണ് മാധ്യമത്തിൽ ആ വാർത്ത വന്നിരിക്കുന്നത്. പരമാധികാരം മോദി അടിയറ വെച്ചു എന്നുള്ള കോൺഗ്രസിൻ്റെ ആരോപണവും ആ വാർത്തയ്ക്കൊപ്പം ചേർത്തിട്ടുണ്ട്. വീക്ഷണത്തിൽ പോലും ഇന്ന് 2 ജാക്കറ്റാടുകളാണുള്ളത്. വീക്ഷണത്തിൽ പോലും എന്ന് പറഞ്ഞാൽ ഒരു ഇടത് സർക്കാരിൻ്റെ വികസന പ്രചാരണ വാർത്ത കിഫ്ബിയുടേതാണെങ്കിൽ പോലും അത് വീക്ഷണം അടക്കം ജാക്കറ്റാട് നൽകുന്നതിനെക്കുറിച്ചാണ് കേട്ടോ. ഗാന്ധി ഗുരു കൂടിക്കാഴ്ച ഭരണഘടനയ്ക്കും വഴികാട്ടിയെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത്. ഗുരു ഗാന്ധി സ്മരണ, ഇവർ രണ്ടുപേരുമാണ് തൻ്റെ വഴികാട്ടികളെന്നും വഴി നക്ഷത്രങ്ങളെന്നും ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. കീഴടങ്ങൂ ട്രംപിൻ്റെ കൽപ്പന എന്നുള്ളത് രണ്ടാമത്തെ വാർത്തയാക്കുന്നു. സുപ്രഭാതത്തിലും സിറാജിലും ഇതേ വാർത്ത തന്നെയാണ് പ്രധാന വാർത്ത. 2 രോഷം മുഴുവൻ ഹെഡ്ലൈനിലുണ്ട്. എണ്ണയിട്ട ഔദാര്യം എന്നാണ് പറയുന്നത്. ഗൾഫിൽ ഇറാൻ്റെ വ്യാപക ആക്രമണം എന്നുള്ളത് അവരുടെ രണ്ടാമത്തെ വാർത്തയാകുന്നു. സിറാജിൽ വന്നാൽ ഇതേ വാർത്ത, സമ്മതമാണ് പോലും റഷ്യൻ എണ്ണ വാങ്ങാൻ US അനുമതി നൽകിയിരിക്കുന്നു. ചന്ദ്രിക കൂടി എടുത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതേ വാർത്ത തന്നെയാണ്. റഷ്യൻ എണ്ണ വാങ്ങാൻ ഔദാര്യപൂർവ്വം ഇന്ത്യക്ക് അമേരിക്ക അനുമതി നൽകിയതിനെക്കുറിച്ച് പരമാധികാരം എവിടെ എന്ന് ചോദിക്കുന്നു. നയതന്ത്ര സ്വയംഭരണവും ദേശീയ പരമാധികാരവും ഭീഷണിയെന്ന് പ്രതിപക്ഷം. കപ്പൽ ആക്രമണത്തിലെ മൗനവും ചോദ്യമുനയിൽ എന്ന് ചന്ദ്രിക പറയുന്നു. ഹർഷൻ.